റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ജില്ലാ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണം. യാത്രയപ്പിന് ശേഷം നവീൻ ബാബു ചേംബറിലെത്തി തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചെന്നും അത് റവന്യൂ മന്ത്രി അറിയിച്ചെന്നുമുള്ള കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. റിപ്പോർട്ടർ TV-യാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കുറ്റപത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് PP ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കും എന്നുള്ളതായിരുന്നു അന്ന് പുറത്തു വന്ന വിവരം. മന്ത്രി ഈ കാര്യം നിഷേധിച്ചതാണ്. എന്നിട്ടും അരുൺ കെ വിജയനെതിരെ സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. നമുക്ക് ആദ്യം കളക്ടറുടെ മൊഴി തള്ളി മന്ത്രി K രാജൻ അന്ന് പറഞ്ഞത് ഒന്ന് കേൾക്കാം. കേരളത്തിലൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഈ മൊഴികളെല്ലാം കേട്ടതിന് ശേഷം ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷൻ രേഖപ്പെടുത്തിയ ADM നവീൻ ബാബു ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്ന നിർദ്ദേശം പൂർണ്ണമായി ശരിവെച്ചുകൊണ്ട് അതിന് താഴെ ഒപ്പിട്ടാൽ അതിൻ്റെ അർത്ഥം പിന്നെ മന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. അതേ നിർദ്ദേശത്തിലും അതേ അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ വഴിയിൽ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കുറ്റക്കാരെക്കുറിച്ചോ ആരെങ്കിലും പഴിചേരുന്നതിനെക്കുറിച്ചോ അല്ല, അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ്. അതെൻ്റെ ബോധ്യമാണ്. ആ ബോധ്യം ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. രേഖകൾ വായിച്ചു നോക്കിയാൽ അത് കിട്ടും. പകർപ്പവകാശം കിട്ടുന്നതിൽ അതും കിട്ടും. അത് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാക്കും. എന്നാൽ കളക്ടറുടെ മൊഴി പിന്നീട് കുറ്റപത്രത്തിൽ വരികയും അത് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അത് മന്ത്രിയോട് തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കളക്ടറുടെ മൊഴി വളരെ നിർണായകമാകും. അത് PP ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കുമെന്നുള്ളതാണ്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, അന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ് കു മന്ത്രിയോട് ഈ കളക്ടർ തന്നെ അരുൺ കെ വിജയൻ തന്നെ നവീൻ ബാബുവിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും അത് ആത്മഹത്യക്ക് മുമ്പ് തന്നെ മന്ത്രിക്ക് അതറിയാമായിരുന്നു എന്നുമായിരുന്നു നമ്മൾ പുറത്തുവിട്ടത്. എന്നാൽ അത് മന്ത്രി ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണോ കുടുംബം ഇപ്പോൾ പറയുന്നത്? അർജുൻ കല്യാൺ. ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയാണ് കുടുംബം സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടരന്വേഷണം ആവശ്യപ്പെട്ട് തലശ്ശേരി കോടതിയിൽ ഈ കുടുംബം ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതിലും ഗുരുതരമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇക്കാര്യമാണ്. കാരണം കളക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വെറുതെ അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ള ഒരു സാക്ഷിയല്ല. അദ്ദേഹം വലിയ ഉത്തരവാദിത്തപ്പെട്ട പദവി അലങ്കരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ADMൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. ADM റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറുടെ കീഴിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ തൊട്ട് താഴെ വരുന്ന പദവി അലങ്കരിച്ചിരുന്ന ഒരാളാണ് ADM നവീൻ ബാബു. അദ്ദേഹം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള PP ദിവ്യയെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കാൻ വേണ്ടി ചില മൊഴികൾ അദ്ദേഹം നൽകി എന്നുള്ളതാണ് കുടുംബം ആക്ഷേപിക്കുന്നത്. കുറ്റപത്രത്തിലും അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നേരത്തെ റിപ്പോർട്ടർ തന്നെയാണ് പുറത്തുവിട്ടത്. റവന്യൂ മന്ത്രി കഴിഞ്ഞ ജൂലൈ മാസം 26-ാം തീയതി നടത്തിയിട്ടുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിൽ പറയുന്നത് കളക്ടറുടെ മൊഴി അവിശ്വസനീയമാണ്. പുതിയ മൊഴി കളക്ടർ നൽകിയത്, അതായത് റവന്യൂ വകുപ്പ് നടത്തിയിട്ടുള്ള ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ ഗീത IAS നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇത്തരം ഒരു കാര്യം കളക്ടർ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന സംശയം PP ദിവ്യയെ സഹായിക്കാൻ വേണ്ടി റവന്യൂ മന്ത്രി അല്ലെങ്കിൽ PP ദിവ്യയെ സഹായിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു മൊഴി പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രതിയെ സഹായിക്കാൻ വേണ്ടി മൊഴി നൽകിയിട്ടുള്ള ജില്ലാ കളക്ടർ ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഒരു വർഷത്തിലധികമായി ഈ സംഭവം നടന്നിട്ട് ആ സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ ഈ കുടുംബം, അതായത് ജില്ലാ കളക്ടർ ഈ മൃതദേഹം കാണാൻ വേണ്ടി പത്തനംതിട്ടയിലുള്ള നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയ ഘട്ടത്തിൽ തന്നെ ആ മൃതദേഹം പോലും കാണാൻ ആ കുടുംബം ജില്ലാ കളക്ടറെ അനുവദിച്ചിരുന്നില്ല. അവിടെ നിന്നും അദ്ദേഹം മടങ്ങി കണ്ണൂരിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും ഗുരുതരമായ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നിട്ട് അത്രയും കുടുംബം ഉയർത്തുന്ന ആ ആക്ഷേപം തന്നെ റവന്യൂ മന്ത്രി K രാജൻ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടും ജില്ലാ കളക്ടർക്കെതിരെ ഒരന്വേഷണവുമില്ല. ജില്ലാ കളക്ടർ ആ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും തുടരുന്നു. പൂർവാധികം ശക്തിയോടുകൂടി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ജില്ലാ കളക്ടർ ആ സ്ഥാനത്ത് തുടരുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡോക്ടർ അരുൺ. ഓക്കെ.
അതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കളക്ടർ ഇപ്പോഴും അവിടെ തുടരുന്നു. അത് കളക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നതെങ്കിൽ അതിലൊരു ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല, ഗീതയുടെ അന്വേഷണത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ ആ റിപ്പോർട്ടിൽ അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മന്ത്രിയോട് പറഞ്ഞതയക്കുന്നതായിട്ട് മൊഴിയുമില്ല. അപ്പോൾ 2 റിപ്പോർട്ടുകൾ വരുന്നത് ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അത് സംശയത്തിന് ആനുകൂല്യം നൽകുന്നു എന്ന് മാത്രമല്ല, നവീൻ ബാബുവിനെ കുറിച്ച് അരുൺ കെ വിജയൻ കളക്ടറോട് നവീൻ ബാബുവിന്റെ മരണത്തിന് മുമ്പ് പറഞ്ഞിരുന്നു എന്നുള്ളത് പി ദിവ്യയ്ക്ക് സഹായമാകുന്ന ഒരു ലീഗൽ പോയിന്റാണ്. ഇതാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് കുടുംബം പറയുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെയുണ്ടെങ്കിൽ അത് പുറത്തു വരണം. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.